ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ നോട്ട് 8 നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഓവറോൾ യൂസർ എക്സ്പീരിയൻസ്, അതുകൂടാതെ ഈ ആഴ്ച നടക്കാനിരിക്കുന്ന ഒരു ബിഗ് ഇവൻറ്റ് അൺപാക്കിംഗ് നോട്ട് 9, അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. നോട്ട് 8 രണ്ട് വേർഷനിലായിരുന്നു ഇറങ്ങിയിരുന്നത്, സ്നാപ്ഡ്രാഗൺ ആൻഡ് എക്സിനോസ് വേർഷൻ. ഞാൻ യൂസ് ചെയ്യുന്ന എക്സിനോസ് വേർഷനാണ്. അപ്പം നിങ്ങളുടെ ഏത് വേർഷനാണെന്ന് കമൻറ്റ് ചെയ്യുക. ഏകദേശം ഒരു വർഷത്തെ യൂസിന് ശേഷം ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ഫോൺ. മേടിച്ചതിന് ശേഷം ഒരു 2 പ്രാവശ്യം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. ഏകദേശം 5ഓളം പ്രാവശ്യം സെക്യൂരിറ്റി അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 8.1 വേർഷനിലാണ് ഫോൺ റൺ ചെയ്യുന്നത്. കൂടാതെ ഇത്രയൊക്കെ നടന്നിട്ട് നോ സ്റ്റാക്ക്, നോ ഹാങ്, നോ ലാഗ്, നോ ഓവർ ഹീറ്റിംഗ്, നത്തിങ്. ഇപ്പോഴും ഫ്രഷ് ഫോണിനെ പോലെ ഇരിക്കുന്നു. ഒരു വർഷത്തെ ഹാർഡ് യൂസ് എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം യൂസ് ചെയ്തൊരു ഫോണാണ്. എല്ലാ ആവശ്യങ്ങൾക്കും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 1-2 പ്രാവശ്യം താഴെ വീണിട്ടുണ്ട്. സ്ക്രീൻ പ്രൊട്ടക്ടർ കുറേ പ്രാവശ്യം മാറേണ്ടി വന്നു. അതുകൊണ്ട് അത് മാത്രം പൊട്ടി. വേറെ പ്രശ്നങ്ങളോ സ്ക്രാച്ചോ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഈ ഫോണിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല. ആൻഡ് ദിസ് 6GB റാം ജയൻറ്റ് ഫോൺ ഡിഡ് എവറിതിങ് ഫോർ മീ. ഇതിലൊരു പ്രധാന പ്രശ്നം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറുകളെ കുറിച്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കർവ് സ്ക്രീൻ കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ക്രീൻ പ്രൊട്ടക്ടറുകളും സെൻസിറ്റിവിറ്റി, എഡ്ജുകളിൽ ടച്ച് സെൻസിറ്റിവിറ്റി കുറയുന്നു. ചിലപ്പോഴൊക്കെ ചില സ്ക്രീൻ പ്രൊട്ടക്ടറുകളിൽ ടൈപ്പിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. എഡ്ജുകളിൽ വരുന്ന കീബോർഡ് ലെറ്ററുകൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് കിട്ടാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഈ ഒരു ഫോണിൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ എൻ്റെ യൂസിൽ. പിന്നെ ഈ നോട്ട് 8 പൊതുവേ ഉള്ളൊരു പ്രധാന പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലൊക്കേഷനാണ്. ക്യാമറയുടെയും ഹാർട്ട് ബീറ്റ് സെൻസറിൻ്റെ കൂടെയൊക്കെയാണ് ഇത് വരുന്നത്. അതൊരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പൊസിഷൻ കൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഇത് ഈ ഭാഗത്ത് വല്ലതും ആയിരുന്നെങ്കിൽ നമ്മൾ എളുപ്പമുണ്ടായിരുന്നു, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിരുന്നു. ഈ ഒരു ഭാഗത്ത് വല്ലതും ആയിരുന്നെങ്കിൽ ചേർന്നിരിക്കുന്നത് കാരണം നമുക്ക് ഏത് സൈഡിലാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. സോ കൺഫ്യൂഷൻ വരും. സോ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, എനിക്ക് ഇതിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫിംഗർ പ്രിൻറ്റ് പൊതുവേ യൂസ് ചെയ്യാറില്ല. അത് ഫ്രണ്ടിൽ ഈ ഭാഗത്ത് സ്ക്രീനിൽ ആയിരുന്നെങ്കിൽ ഏറ്റവും നമുക്ക് യൂസ്ഫുള്ളായിട്ടൊരു ഫീച്ചറായിരുന്നു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സോ അത് ഈ ഭാഗത്തായിട്ട് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെയെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് നമുക്ക് 4 ഫിംഗർ എത്തുന്ന രീതിയിൽ പെട്ടെന്ന് ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ അതും നല്ലതായിരുന്നു തന്നെ. പിന്നെ ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത്യാവശ്യം നമ്മുടെ ഈ നനവുണ്ടെങ്കിൽ അത് സെൻസറുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വിരൽ നനഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ നല്ലപോലെ വൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ വെച്ച് നോക്കിയാൽ മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് ഇതിൽ. സോ ഈ 2 ഇഷ്യൂ നോട്ട് 9 ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ പൊസിഷൻ ഇപ്പോൾ ലീക്ക് ചെയ്ത ചില ഫോട്ടോയിലൊക്കെ കുറച്ച് താഴേക്കാണ് ഒറ്റയ്ക്ക് സെപ്പറേറ്റ് കൊടുത്ത രീതിയിലാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നനവ് വരുമ്പോൾ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് പ്രോബ്ലം അതും സോൾവ് ചെയ്യപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ ക്യാമറയുടെ പെർഫോമൻസിൽ വളരെ ഹാപ്പിയാണ്. നല്ലൊരു ക്യാമറയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ ഫുൾ ടൈം പുറത്ത് പോകുമ്പോൾ എല്ലാം ക്യാമറ കൈ കരുതുന്ന ഒരാളാണ് ഞാൻ. ഇത് നോട്ട് 8 എടുത്തതിന് ശേഷം ഞാൻ പൊതുവേ ക്യാഷ്വലായി പോകുമ്പോഴൊന്നും ഇപ്പം നോട്ട് 8 ക്യാമറ ഉള്ളത് കൊണ്ട് ഞാനൊരു അഡീഷണൽ ക്യാമറ എടുക്കാറില്ല. അത്യാവശ്യം എനിക്ക് നല്ല ക്വാളിറ്റിയിൽ നല്ല പിക്ചറുകൾ നോട്ട് 8 തരുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ആദ്യം തോന്നിയൊരു ഇതാണ് ബിക്സ്ബി എന്ന് പറയുന്നത്. നമുക്ക് ഡെഡിക്കേറ്റഡ് ബിക്സ്ബി ബട്ടൺ ഉണ്ട്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബിക്സ്ബി ഓൺ ആവും. അത് നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ കരുതുന്നു ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഒരു ആപ്പാണ് അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ബിക്സ്ബി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഫോണിൻ്റെ ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാൻ ബിക്സ്ബിയുടെ അത്രയും നല്ല ഒരു വോയിസ് ആപ്പ് അല്ലെങ്കിൽ വോയിസ് റെക്കഗ്നേഷൻ ആപ്പ് ഇല്ലെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഇല്ലെന്ന് തന്നെ പറയാം. ഈവൻ സിരി ആയാലും ശരി, ഗൂഗിൾ നൗ ആയാലും ശരി, ഏതായാലും ഫോണിൻ്റെ ഇൻബിൽട്ട് സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാൻ ബിക്സ്ബിയാണ് ഏറ്റവും ബെറ്റർ. ഞാനപ്പം 2 യൂസ് ചെയ്യുന്നത്. ഒന്ന് നെറ്റിൽ കൂടുതൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ നൗ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഗൂഗിൾ നൗ കിട്ടും.
സോ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഫോണിൻ്റെ അകത്തുള്ള സെറ്റിങ്സുകൾ, ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാം, ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാം, എല്ലാ സെറ്റിങ്സും ബിക്സ്ബിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സെറ്റിങ്സുകളും നമുക്ക് വോയിസ് കമാൻഡിൽ ചേഞ്ചസ് വരുത്താൻ കഴിയും. അത് ബിക്സ്ബിയുടെ അത്രയും പെർഫെക്റ്റായിട്ട് വേറൊരു ആപ്പും തരുന്നില്ല. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ബിക്സ്ബി നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്കാവത്തുള്ളൂ. പക്ഷേ ഫോണിൻ്റെ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ ബിക്സ്ബിയും, ഓൺലൈൻ സെർച്ചിന് ഗൂഗിൾ നൗഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോട്ട് 8 ബാറ്ററി വലിയ പ്രോബ്ലം ഇല്ല, അത്യാവശ്യം ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് നല്ല ഹാർഡ് യൂസ് ആണെങ്കിൽ കൂടി. 3300 mAh ബാറ്ററിയാണ് നോട്ട് 8 നോട്ട് 9 4000 ബാറ്ററിയാണ് വരുന്നതെന്ന് റൂമറുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്, കാരണം ഞാൻ നോട്ട് 8 പ്രതീക്ഷിച്ചൊരു ബാറ്ററി സ്റ്റോറേജ് ആണ് ഈ 4000 എന്ന് പറയുന്നത്. അത് നോട്ട് 9 വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. എസ് പെനിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടിയാണ് നോട്ട് 9 വരുന്നതെന്നൊരു റൂമറുണ്ട്. ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിരിക്കും. പിന്നെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എക്സാമ്പിൾ ഫോണ് സെൽഫിയൊക്കെ എടുക്കാൻ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എസ് പെൻ ബട്ടൺ കൊണ്ട് നമുക്ക് സെൽഫി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും എസ് പെനിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ നോട്ട് 9 ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഇപ്പോൾ കൊടുക്കുന്ന ആഡുകളിലും മറ്റും എസ് പെൻ ഫീച്ചർ അല്ലെങ്കിൽ എസ് പെന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആഡുകളൊക്കെ കാണുമ്പോൾ എസ് പെൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പ്രത്യേകതകൾ എസ് പെനിൽ ഉണ്ടാവുമെന്ന്. നോട്ട് 8 ഞാൻ മിസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളത്. സിംഗിൾ സ്പീക്കറാണ് ഉള്ളത്. ഇവിടെ താഴെ സ്റ്റീരിയോ സ്പീക്കർ S9 S9 പ്ലസിലും വന്നിട്ടുണ്ട്. അപ്പം നോട്ട് 9 അതുണ്ടാവുമെന്ന് കരുതുന്നു. നോട്ട് 8 ഞാൻ വളരെയധികം മിസ് ചെയ്യുന്ന ഒന്നാണത്. പിന്നെ ക്യാമറയിൽ എന്തെങ്കിലും അപ്ഡേഷൻ നോട്ട് 9 ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയെങ്കിലും അപ്ഡേഷൻസ് നോട്ട് 9 വ്യത്യസ്തമായിട്ട് നോട്ട് 9 ഇല്ല എങ്കിൽ നോട്ട് 9 അപ്ഡേറ്റ് ചെയ്യുന്നതിൽ കാര്യമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇതിനായിട്ട് നമുക്ക് ഏകദേശം ഒരാഴ്ചയോടെ വെയിറ്റ് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം തൊട്ട് ഏകദേശം 9-ാം തീയതിയാണ്. ഒരാഴ്ചയോളം സമയമുണ്ട് നോട്ട് 9 അൺപാക്കിംഗ് ഇവൻറ്റിന്. ന്യൂയോർക്കിലാണ് അൺപാക്കിംഗ് ഇവൻറ്റ് നടക്കുന്നത്. ഞാൻ എന്തായാലും അൺപാക്കിംഗ് ഇവൻറ്റിന് ശേഷം അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. എല്ലാവർക്കും വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.